എന്ത് അക്രമം കാണിച്ചാലും പണം സമ്പാദിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരെ പറഞ്ഞു തിരുത്താൻ ബുദ്ധിമുട്ടാണ്. മത്തായി ആണെങ്കിൽ ഒരു പ്രത്യേക തരക്കാരനാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോ പോയത്. എന്ത് കാര്യത്തിനായാലും ഈ പ്രായത്തിലുള്ള കുട്ടികളോട് ഇങ്ങനെ ചെയ്യാവോ? അതിന് മാപ്പ് വരണമെന്നൊന്നും പറഞ്ഞില്ല. ഒന്ന് സഹതപിക്കെങ്കിലും ചെയ്തുകൂടെ ആ മനുഷ്യന്? ശരി, ഏതായാലും ഞാൻ മത്തായിയോട് സംസാരിച്ചു നോക്കട്ടെ. അതുവരെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കണം. ഇവിടെ ഇപ്പൊ എന്തുണ്ടായെന്ന് അച്ഛൻ പറയണേ? വണ്ടിയൊക്കെ എറിയുന്ന ധിക്കാരം കാണിച്ചു, അടി കൊടുത്ത് ഇറക്കി വിട്ടു, കൊണ്ടോണ്ട് വീട്ടിൽ പോണം. അല്ലാതെ ഈ പരാതി പറയാനും സമാധാനം ഉണ്ടാക്കാനും മാത്രമുള്ള കാര്യം എന്താ? അങ്ങനെ പറയരുത് മത്തായിക്കുട്ടി. ഒരു സഹാനുഭൂതിയോടുകൂടി മത്തായിക്കുട്ടി ഈ പ്രശ്നത്തെ സമീപിക്കണം. അതാ എനിക്ക് പറയാനുള്ളത്. അച്ഛോ, കൊടും കാടായിരുന്നു ഇവിടെ. ഇവിടെ ആദ്യമായിട്ട് വന്നവൻ ഞാനാ. ഇവനൊക്കെ ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്തത് ഞാനാ. എന്നെ സ്തുതിക്കണ്ടേ ഇവനൊക്കെ? അതിനു പകരം കാട്ടുമത്തായി എന്നുള്ള പേര് വിട്ടു പോരെ? ഞാൻ ഈ കാട്ടി വന്നത് കഞ്ചാവ് കൃഷി ചെയ്യാനാണത്രേ. എനിക്കിവിടെ കഞ്ചാവ് കൃഷി ഉണ്ട് പോലും. ഉണ്ട്, കഞ്ചാവ് കൃഷി ഉണ്ട്. ഇവനെ കൊണ്ടൊക്കെ എന്നെ എന്ത് ചെയ്യാൻ പറ്റും? മത്തായിക്കുട്ടി പ്രശ്നത്തിൽ നിന്ന് തെറ്റുന്നു. എനിക്ക് ഇടപെടാൻ കൊള്ളാവുന്ന പ്രശ്നമല്ലിത്. എങ്കിൽ അച്ഛൻ അച്ഛന്റെ പ്രശ്നത്തിലേക്ക് വരൂ. കഴിഞ്ഞതെല്ലാം പൊയ്ക്കോട്ടെ, അത് മറക്കുക. ഒന്നുകിൽ ബസ് കിളിവാടി വരെ ഓടിക്കുക, അല്ലെങ്കിൽ ഓടുന്ന സ്ഥലം വരെയുള്ള ചാർജ് വാങ്ങുക. അച്ഛോ, കുർബാന ചൊല്ലുന്നത് പോലെയല്ല പണം ഉണ്ടാക്കുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാം. അതിൽ ശരിയും തെറ്റും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പണം സമ്പാദിക്കുന്നത് തെറ്റാണ് മത്തായിക്കുട്ടി. അരുതാത്ത ഒന്നും ചെയ്തുകൂടാ. ഇപ്പോ ഈ പ്രശ്നം തന്നെ ഒന്ന് എടുത്തു നോക്കൂ. കിളിവാടിയിലേക്കുള്ള ചാർജ് വാങ്ങിയിട്ട് യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുക, അത് ശരിയാണോ? അച്ഛോ, അച്ഛൻ സ്വർഗത്തിലേക്കുള്ള വഴിയുടെ കാര്യം നോക്കിയാൽ മതി. കിളിവാടിയിലേക്കുള്ള വഴിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അച്ഛന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇത് പറയാനാണ് ഞാൻ വന്നത്. എങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അച്ഛന് വേണമെങ്കിൽ പോവാം. അപ്പോ അച്ഛോ, അച്ഛന്റെ പണി നോക്ക്. കിളിവാടിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളവരെല്ലാം ബസ്സിൽ തന്നെ ഇരുന്നാൽ മതി. ഈ ബസ് കിളിവാടിയിലേക്ക് പോകുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? നിങ്ങളകത്ത് പോയിരിക്കണം. ബസ് കിളിവാടിയിൽ ചെന്ന് നിൽക്കും. എങ്കിൽ അത് തന്നെ ഒന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല, ബസ് ഞങ്ങൾ കൊണ്ടുപോകും. മര്യാദയ്ക്ക് മാറി നിൽക്കുന്നതാണ് നല്ലത്. പിന്നെ കൊണ്ടുപോകും. ഞങ്ങൾ കയ്യും കെട്ടി നിന്ന് തരാം. നിങ്ങൾ ഇനി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ബലം പ്രയോഗിച്ച് ബസ് കൊണ്ടുപോകുന്നത് തെറ്റ് തന്നെയാണ്. ബലം പ്രയോഗിച്ചില്ലെങ്കിൽ ബസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു ചോ. അത് മറ്റൊരു കാര്യം. അന്യന്റെ സ്വത്ത് ബലം പ്രയോഗിച്ച് കൈയടക്കി കൂടാ, അത് തെറ്റ് തന്നെയാണ്. ഇങ്ങോട്ട് ബലം പ്രയോഗിക്കുമ്പോ കുറച്ച് ബലം അങ്ങോട്ടും പ്രയോഗിക്കാന്ന് വെച്ചോ, അതിന് വലിയ തെറ്റൊന്നുമില്ല. അത് കർത്താവ് പറഞ്ഞിട്ടില്ല. ഒരു കരണത്തടിച്ചാൽ മറു കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കുരിശയെ തൂങ്ങേണ്ടി വന്നത്. ആദ്യം അടിച്ചപ്പോ തന്നെ ആ കൈ പിടിച്ച് കുത്തി ഒടിച്ചിരുന്നെങ്കിൽ പിന്നെ കുരിശി ഉമക്കണോ, തൂങ്ങണോ? ആഹാ, ശരിയായിപ്പോയി. പൗലോസ് ഇവരെക്കാളും വിഷമക്കാരനാണല്ലോ. കർത്താവ് പറഞ്ഞത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണച്ചോ. കാട്ടുമത്തായിമാർക്കൊക്കെ കർത്താവുണ്ടോ, കുരിശുണ്ടോ, പള്ളിയുണ്ടോ, പട്ടക്കാരുണ്ടോ? അവർക്ക് എല്ലാറ്റിലും വലുത് കാട്ടുതടി വെട്ടലും കഞ്ചാവ് കൃഷിയുമാണച്ചോ. അച്ഛൻ പൊറുക്കണം. പൗലോസ് മനസ്സിലാക്കി വെച്ചത് പൗലോസ് പറഞ്ഞതേ ഉള്ളൂ. മതി മതി, ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് പൗലോസ് ആണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? കണ്ടോ, ഉടനെ കുരിശെടുത്ത് പൗലോസിന്റെ തോളിൽ വെച്ച് തന്നു. എന്താ, എന്തു പറ്റി? ഇവര് സർക്കിൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞയച്ചിട്ട് വന്നവരാ. ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ഞാൻ കൂടെ വന്നതേ ഉള്ളൂ. മത്തായി മുതലാളിയുടെ ബസ് ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നതായി ഞങ്ങൾ അറിഞ്ഞു. അത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ആരും തടഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ കൊടുത്തുവിടാൻ പറ്റില്ല ചോ. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് ബസ് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. എന്ത് സമാധാനം ഉണ്ടാക്കണം? തല്ലിയതിന് പകരം തല്ലണോ? എന്ന് പറഞ്ഞില്ല, തല്ലിയതിന് മാപ്പ് പറയെങ്കിലും വേണം. ബസ്സിലെ ജോലിക്കാരല്ലേ തല്ലിയത്? അവരെയൊക്കെ മുതലാളി പിരിച്ചുവിട്ടു. പിന്നെ ആര് വന്ന് മാപ്പ് പറയണമെന്നാ പറയുന്നത്? ജോലിക്കാരെ മാത്രമല്ലേ പിരിച്ചുവിട്ടുള്ളൂ, മുതലാളിയില്ലേ? മുതലാളി വന്ന് മാപ്പ് പറഞ്ഞാൽ മതി. അത് മാത്രം പോരാ, ഇനി മുതൽ ബസ് കിളിവാടി വരെ ഓടിക്കാമെന്ന് ഉറപ്പും തരണം. ഈ രണ്ട് ആവശ്യങ്ങളും വെറും ന്യായം മാത്രമാണെന്നാ എന്റെ അഭിപ്രായം. പക്ഷെ അത് നടക്കുന്ന കാര്യമാണോ പരമാനന്ദം പിള്ള ചേട്ടാ? അത് നടന്നില്ലെങ്കിൽ ബസ് കൊണ്ടുപോകുന്ന കാര്യം നടക്കില്ല. ഈ കാര്യത്തിൽ അത്ര വലിയ വാശിയൊന്നും കാണിക്കേണ്ട സണ്ണി. അവർ ബസ് കൊണ്ടുപോയിക്കോട്ടെ. അച്ഛൻ ഇങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ടച്ചോ. കിളിപാടി വരെയുള്ള ചാർജ് വാങ്ങിയിട്ട് യാത്രക്കാരെ ഇടയ്ക്കിറക്കി വിടുന്നതും പോരാ, നമ്മുടെ കുട്ടികളെ തല്ലി കേടുവരുത്തുകയും ചെയ്തു.
അതിനൊന്നും ഒന്ന് മാപ്പ് പറയാൻ പോലും തയ്യാറാകാത്ത ഒരാളുടെ മുൻപിൽ ഞങ്ങളൊക്കെ തോറ്റു കൊടുക്കണമെന്ന് അച്ഛനെ പോലെ ഒരാൾ പറയരുത്. എല്ലാറ്റിനും ഒരു ന്യായമില്ലച്ചോ. അച്ഛൻ എന്ത് പറയുന്നു? ഇവര് പറയുന്നതിൽ അന്യായമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പിന്നെ നിർബന്ധിച്ച് ഇവരെ അനുസരിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ചുരുക്കി പറഞ്ഞാൽ മത്തായി മുതലാളി ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് ഉറപ്പ് തന്നാലേ ബസ് വിട്ടു തരൂ, അല്ലേ? അതെ, അല്ലാതെ ഞങ്ങൾ ബസ് വിട്ട് തരില്ല. ശരി, ഞങ്ങൾ അവിടെ ചെന്ന് പറയാം. വളരെ ചെറിയ കാര്യമാണ്. മത്തായി ഒന്ന് ഇവിടം വരെ വന്നു പോയാൽ കാര്യം തീർന്നു. ഇവിടെ പറഞ്ഞത് ഞങ്ങൾ അവിടെ ചെന്ന് പറയാച്ചോ. വരട്ടെ. ഞാൻ ചെന്ന് അവരോട് മാപ്പ് പറയണോ? അതിന് ഞാൻ ഇനി രണ്ടാമത് ഒന്നുകൂടി ജനിക്കണം. ഞാൻ പണം മുടക്കി വാങ്ങിയ ബസ്സാണെങ്കിൽ ഞാനത് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് സർക്കാരും പോലീസും എന്തിനാ? ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ തമ്പി തോമസിന് ഒന്ന് വേണം. ശരി, വേഗം വിളിക്കും. ഹലോ, തമ്പിയല്ലേ? ഞാൻ മത്തായി. ഞാൻ അവിടെ ചെന്ന് മാപ്പ് പറയാതെ അവർ ബസ് വിട്ടുതരില്ലത്രേ. ആ, ബസ് കൊണ്ടുവരാൻ പോയ പോലീസുകാർ തിരിച്ചു വന്നു. DSP എന്താ ആലോചിക്കാൻ? അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ലീവിലല്ലേ? പോലീസ് പാർട്ടിയോട് ഒന്നിച്ച് നിങ്ങൾ പോയാൽ മതി. ഇതെന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്റെ ബസ് ഇവിടെ കൊണ്ടു തരാൻ കഴിയുമോ? കഴിയില്ലെങ്കിൽ അത് പറയണം. ഞാൻ വേറെ മാർഗം നോക്കിക്കോളാം. ശരി, എങ്കിൽ വേഗം പോണം. എന്തിന് ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി? തോട്ടം രക്ഷിപ്പാനോ കായികനികൾ ഭക്ഷിപ്പാനോ? മോളെ, മോളമ്മേ. എന്താ അപ്പച്ച? മോളമ്മ വാ. ക്ലാരമ്മ എവിടെ? ഞാൻ എവിടെ പോവാനാ? ആ ബാബാ. ക്ലാരമ്മ ഇവിടെ, മോളമ്മ ഇവിടെ. ക്ലാരമ്മേ, നീ എത്ര നാളായി എന്നോട് റേഡിയോ വേണമെന്ന് പറയുന്നു? ദാ പിടി. എപ്പടി? ഇപ്പോഴെങ്കിലും നിന്റെ കെട്ടിയോനെ നിനക്ക് മനസ്സിലായല്ലോ. അല്പം താമസിച്ചാണെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാ വാങ്ങിച്ചു തരും. ആ മോളെ, ദാ നിനക്ക് ഇഷ്ടമുള്ള കല്ലുമ്മക്കായ അപ്പച്ചൻ ഷാപ്പിൽ ചെന്നപ്പോ ദാ അവിടെ ഇരിക്കും. പൊതിയടാ ഒരു പൊതി എന്ന് പറഞ്ഞു. ദാ പിടി. എപ്പടി? ആ ക്ലാരമ്മേ, ആ അത് പറയാൻ ഞാൻ അങ്ങ് മറന്നു. ഈ വരുന്ന ഞായറാഴ്ച മോളെ പെണ്ണ് കാണാൻ അവരൊക്കെ വരുന്നുണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി അറപ്പിൽ ഔസേപ്പച്ചൻ ഷാപ്പിൽ വന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനും വാങ്ങിച്ചു കൊടുത്തു ഒരു കുപ്പി. എപ്പടി? തന്നെ. അച്ഛൻ ഉടനെ അങ്ങോട്ടൊന്ന് വരണം. എന്താ, എന്തു പറ്റി? ബസ് കൊണ്ടുപോകാൻ വേണ്ടി സർക്കിൾ ഇൻസ്പെക്ടറും കുറെ പോലീസുകാരും വന്നിട്ടുണ്ട്. നാട്ടുകാരും കൂടിയിട്ടുണ്ട്. പോലീസുകാർ തോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ എന്താ സാർ? ഞങ്ങൾ ഈ ബസ് കൊണ്ടുപോകാൻ വന്നതാണ്. അച്ഛൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഉടനെ ചെയ്യണം. 10 മിനിറ്റ് സമയം ഞാൻ തരും. അത് കഴിഞ്ഞാൽ ബസ് ഞാൻ കൊണ്ടുപോകും. അതിനുള്ള എല്ലാ ഫോഴ്സോടും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവരുടെ കയ്യിലുള്ള തോക്ക് കണ്ടല്ലോ. ഇത് കളിത്തോക്കല്ല. അത് മറക്കാതിരുന്നാൽ നന്നു. ശരി, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അവർ ആയുധങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവർ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ. അങ്ങനെ ആയുധങ്ങളുമായി വരുന്നവരുടെയൊക്കെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനൊക്കെ പറ്റോ? ന്യായത്തിന്റെയും നീതിയുടെയും മുമ്പിൽ തോറ്റെടുക്കാം. അനീതിയുടെയും ധിക്കാരത്തിന്റെയും മുമ്പിൽ തോറ്റെടുക്കുന്നതിനേക്കാൾ ഭേദം മരണമല്ലേ അച്ചോ? ആദർശം പറയാനുള്ള സമയമല്ല സണ്ണി ഇത്. ജനങ്ങളാകെ എളിയിരിക്കുകയാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും. പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്ത് സംഭവിച്ചാലും ശരി, നമ്മൾ പറഞ്ഞ ന്യായമായ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടാതെ ബസ് വിടുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലെങ്കിൽ ബസ് വിടണമെന്ന് ഇവര് പറയട്ടെ. മത്തായി മുതലാളിക്ക് പണം ഉണ്ടായിരിക്കാം. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പണത്തെക്കാൾ വലുതാണ് വെച്ചോ അഭിമാനം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ബസ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഒരു 5 മിനിറ്റ് സമയം കൂടെ തരണം സാർ, ഞാൻ ശരിയാക്കാം. ഒരു നിമിഷം എനിക്കാക്കാനാവില്ല.
ബസ് കൊണ്ടുപോകാന്ന് ഞാൻ നോക്കട്ടെ. സർ, ഞങ്ങൾ ഇവരോട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല. അല്പസമയം കൂടെ.